ഹലോ റാപ്പ് സോളിയർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കൂടെ ഉള്ളതാണ് KTMൻ്റെ ഡ്യൂക്ക് 200. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് പതിവ് തെറ്റിക്കാതെ KTMൻ്റെ ന്യൂസ് ചെയ്യുന്നതിനെ സ്റ്റാർട്ട് ചെയ്യാം. KTMൻ്റെ അഡ്വഞ്ചർ എക്സിനും അഡ്വഞ്ചർ എസിനും ശേഷം KTMൻ്റെ 390 അഡ്വഞ്ചർ R അങ്ങനെ ഫൈനലി ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ ഒരുങ്ങുന്നുണ്ട്. ജാനുവരി, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ KTMൻ്റെ അഡ്വഞ്ചർ 390 R നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ അഡ്വഞ്ചർ 390 Rൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ 390 Sനെ കാട്ടി കുറേ കൂടി ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. അതിപ്പോൾ സസ്പെൻഷൻ്റെ കാര്യമായാലും സസ്പെൻഷൻ ട്രാവൽ കുറച്ചുകൂടി കൂടുതലാണ്. ഒരു 200 മില്ലിമീറ്ററിൽ ഒരു 230 മില്ലിമീറ്ററൊക്കെയാണ് ഫ്രണ്ട് സസ്പെൻഷൻ്റെ ട്രാവലൊക്കെ തന്നെ. നമ്മുടെ WP അപ്പെക്സിൻ്റെ ഒക്കെ തന്നെയാണ് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 230 ഒരു 270 എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റായിട്ടും അതേപോലെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. സീറ്റായിട്ട് ഒരു 830 മില്ലിമീറ്ററിൽ നിന്ന് 870 മില്ലിമീറ്ററിലോട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കാലെത്തുന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. എനിക്കെന്തായാലും കാലെത്തുന്നത് ഒരു 5 foot 8 ആയിട്ടുള്ള എനിക്ക് കാലെത്തുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരിക്കലും കാലത്തില്ല കേട്ടോ ആ ഒരു സീറ്റായിട്ടിൽ. പക്ഷേ കംപ്ലീറ്റ്ലി ഓഫ് റോഡ് സെൻട്രിക്കാണ്. പ്രൈസും കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കുറച്ച് ദിവസത്തിനകത്ത് തന്നെ നമുക്ക് ഇന്ത്യയിലോട്ട് എത്തുന്നതാണല്ലോ ഈ ഒരു ഓഫ് റോഡിങ് 390 അഡ്വഞ്ചർ R. അടുത്തതായിട്ട് ലോഞ്ച് വരുന്നതുകൊണ്ട് തന്നെ ഒരു ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മുടെ KTMൻ്റെ RC 390 തന്നെയാണ്. ഗ്ലോബലി ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും നമുക്ക് സെയിൽസ് നടക്കുന്നുണ്ട്. സോ ആ ബ്രൂട്ടലായിട്ടുള്ള 373cc എൻജിൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KTMൻ്റെ RC 390 ഇപ്പോഴും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കിടിലൻ ബൈക്കാണ്. പക്ഷേ ഡിസൈൻ വൈസ് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കും അധികമൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈവൻ ദോ അതൊരു MotoGP ഇൻസ്പയർഡ് ലുക്സ് ആയാൽ പോലും എനിക്കും ആ പഴയ ലുക്ക് തന്നെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ അടുത്തതും KTMൻ്റെ ന്യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇത്തവണ റീകോൾ വന്നിരിക്കുന്നത് KTMൻ്റെ 390 Enduro Rഉം അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസുമാണ്. ഗ്ലോബലി റീകോൾ ചെയ്തിട്ടുണ്ട്. കാരണം സൈഡ് സ്റ്റാൻഡ് ഇഷ്യൂ ആണ്. നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഇഷ്യൂ വരുന്നില്ല. കാരണം ഫോഴ്സ്ഡ് ആയിട്ട് സൈഡ് സ്റ്റാൻഡ് വരുന്ന മോഡൽസിനാണ് റീകോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മോഡൽസിൽ എല്ലാത്തിലും സ്പ്രിംഗ് ടൈപ്പ് ആണല്ലോ സൈഡ് സ്റ്റാൻഡ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂ വരുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയാം. കാരണം ഫൈനലി ഇന്ത്യയിലോട്ട് ഒരു അഡ്വഞ്ചർ റാലി KTM കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ബൈക്ക് വീക്കിലാണ് ഈ ഒരു ഹാപ്പി ന്യൂസ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ എന്ന് പറയാം ആദ്യമായിട്ട് തന്നെ ഗോവയിൽ വെച്ചാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 25th സംതിങ് ഡേറ്റിനും March 3 അകത്തായിട്ടാണ് ഈ ഒരു റാലി കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡക്കാർ റാലി റേസറും ന്യൂസിലൻഡിൻ്റെ തന്നെ എൻഡ്യൂറോ റാലി ചാമ്പ്യനുമായിട്ടുള്ള പുള്ളിക്കാരൻ്റെ പേര് മറന്നുപോയല്ലോ. പുള്ളിക്കാരൻ്റെ പേര് ക്രിസ് ബെർക്ക് എന്നായിരുന്നു. അങ്ങനെ ആലോചിച്ച് അവസാനം കിട്ടിയിട്ടുണ്ട്. ക്രിസ് ബെർക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഈ ഒരു റാലി ലീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റാലി ലീഡ് ചെയ്യുന്നത്. എന്തായാലും ഡേറ്റ്സ് നിങ്ങൾക്ക് അതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. KTMൻ്റെ വെബ്സൈറ്റിലൊക്കെ കാണുന്നതായിരിക്കും ഈ റേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ. അല്ലെങ്കിൽ നിയറസ്റ്റ് KTM ഷോറൂമിലൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാലി പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ KTM ഇന്ത്യ കപ്പ് 3 അങ്ങനെ വരുന്നുണ്ട്. ജാനുവരി 17 റേസിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ടാവുന്നതാണ്. 4 സോൺസിൽ നിന്നാണ് സ്റ്റാർട്ടാവുന്നത്. മുംബൈ, ഗുവാഹട്ടി, ഡൽഹി, അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും. നിങ്ങൾക്ക് അഥവാ റേസസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സോൺസിലൊക്കെ പോയി റേസിന് റെഡി ആവുന്നതാണ്. അഥവാ റേസ് ജയിച്ച് കഴിഞ്ഞാൽ ഓസ്ട്രിയൻ MotoGP കപ്പൊക്കെ നേരിട്ട് കാണാനും അവിടുത്തെ പിറ്റ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് കറങ്ങി നടക്കാനും ഒക്കെ ഉള്ള പാസ്സൊക്കെ കിട്ടുന്നതാണ്. പിന്നെ കവാസാക്കിയുടെ സൈഡിൽ നിന്ന് 650 പ്ലാറ്റ്ഫോംസിൽ 4 ബൈക്സാണ് ഇന്ത്യയിലോട്ട് ലോഞ്ച് ആയിരിക്കുന്നത്. കവാസാക്കിയുടെ നിഞ്ച 650 വേഴ്സസ് 650, Z650, Z650 RS, പിന്നെ വാൾക്കൻ, ഈ 4 മോട്ടോർ സൈക്കിൾസാണ് ലോഞ്ച് ആയിരിക്കുന്നത്. ദ മേജർ അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ E20 കോമ്പാക്റ്റബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു 4 മോട്ടോർ സൈക്കിൾ. വേറെ എടുത്തു പറയാനായിട്ടുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് പ്രൈസും കൂടി ഒന്ന് പറയാം. നമ്മുടെ കവാസാക്കിയുടെ നിഞ്ച 650 വരുന്നത് ഒരു 7,91,000 രൂപയുടെ ഒരു എക്സ്ഷോറൂം പ്രൈസിനാണ്. അതായത് ഇപ്പോൾ ഓൺഗോയിങ് പോകുന്ന മോഡൽസിൽ നിന്ന് ഒരു 14,000 രൂപയുടെ ഒരു പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. വേറെ ഡിഫറൻസ് ആയിട്ട് വേറെ എടുത്തു പറയാനുള്ള ഒന്നുമില്ല. ഇപ്പോഴും ആ ലൈം ഗ്രീനിൽ തന്നെ പുതിയ ഗ്രാഫിക്സ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു നിഞ്ച 650 വരുന്നത്. പിന്നെ പ്രൈസിങ് പറയുമ്പോൾ നമുക്ക് കവാസാക്കിയുടെ Z650 എൻ്റെ മോനെ ലൈക്ക് റിഫ്ലക്സ് ആയിരുന്നു പുള്ളിക്കാരെ എടുത്ത്. ഓ മൈ ഗോഡ്, ആ ഫോർച്യൂണർക്കാരൻ്റെ തലയിലൂടെ എന്താ പോയത് എനിക്കിപ്പോഴും ഐഡിയ ഇല്ല.
ഓക്കെ, കവാസക്കി Z650യുടെ കാര്യം പറയാം. നമുക്കിപ്പോൾ പ്രൈസിങ് വരുന്നത് ഒരു 7,83,000 റുപ്പീസ് പ്രൈസിങ്ങിനാണ് വരുന്നത്. അതും ഓൺ റോഡ് മോഡൽസിനെ കാട്ടി 14,000 റുപ്പീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. പിന്നെ കവാസക്കി വേഴ്സസ് 650 വരുന്നത് ഒരു 8,63,000 റുപ്പീസിൻ്റെ പ്രൈസിങ്ങിലാണ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസിങ്ങിലാണ് വരുന്നത്. അവിടെ ഒരു 15,000 റുപ്പീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. പിന്നെ വൾക്കൻ നോക്കുമ്പോൾ ഒരു 7,83,000 റുപ്പീസിനാണ് വരുന്നത്. ഇത്തവണ വൾക്കൻ അന്യായ പ്രൈസിംഗ് ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഒരു 54,000 റുപ്പീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആണ് വൾക്കനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആകെ കൂടി ഒരു കളറിലാണ് വരുന്നത് ഈ ഒരു വൾക്കൻ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതേപോലെ വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസാണ്, പ്രൈസ് ഇൻക്രീസ് തന്നെയാണ്. BMW മോട്ടോറാഡ് ജാനുവരി 1 തന്നെ അവരുടെ എല്ലാ മോട്ടോർ സൈക്കിൾസിലും, ഓക്കെ സിഗ്നൽ വന്നല്ലോ, അവരുടെ എല്ലാ മോട്ടോർ സൈക്കിൾസിലും 6% പ്രൈസ് ഇൻക്രീസ് ആണ് എല്ലാ മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ജാനുവരി 1 ആ ഒരു പ്രൈസും കൂടെ താകാൻ റെഡി ആയിക്കോ. കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ റുപ്പിയുടെ ഒരു ഷാർപ്പ് ഡിപ്രിസിയേഷനാണ് എഗൻസ്റ്റ് നമ്മുടെ US ഡോളേഴ്സ് യൂറോ ആയിട്ടുള്ള ഒരു പ്രൈസ് ഡിപ്രിസിയേഷൻ. ഐ മീൻ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ റുപ്പിയും അവരുടെ US ഡോളേഴ്സും യൂറോ ആയിട്ടുള്ള ഒരു പ്രൈസ് ഡിപ്രിസിയേഷൻ്റെ കാരണവും പിന്നെ എക്സ്പോർട്ടിൻ്റെയൊക്കെ പ്രൈസ് ഇൻക്രീസ് വന്നതുകൊണ്ടാണ് ഈ ഒരു 6% പ്രൈസ് ഇൻക്രീസ് ഇനി ജാനുവരിയുടെ എല്ലാ BMW മോട്ടോറാഡ് മോട്ടോർ സൈക്കിൾസിലും വരാൻ പോകുന്നത്. പിന്നെ ബജാജിൻ്റെ പൾസർ 150 പുതിയൊരു അപ്ഡേറ്റഡ് മോട്ടോർ സൈക്കിൾ വന്നിട്ടുണ്ട്. 1,10,000 റുപ്പീസിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസിലാണ് വരുന്നത്. 3 വേരിയൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പുതുതായിട്ട് LED ഹെഡ്ലൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് പുതിയ ബജാജ് പൾസർ 150 വരുന്നത്. കുറച്ച് കളർ വേരിയൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കാണാൻ ഇഷ്ടപ്പെടുന്ന കളർ വേരിയൻസും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഡുക്കാട്ടിയുടെ X-Diavel V4 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ ഉണ്ടല്ലോ, അതങ്ങനെ ലോഞ്ച് ആയിട്ടുണ്ട് ഇന്ത്യയിലോട്ട്. ഒരു 30,81,000 രൂപയുടെ ഒരു പ്രൈസിങ്, എക്സ്ഷോറൂം പ്രൈസിങ്ങിലാണ് ഈ ഒരു ഡുക്കാട്ടി ഡയവൽ V4 ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിൽ ബെൽ ഡ്രൈവ് മാറ്റിയിട്ട് ചെയിൻ ഡ്രൈവ് കൊണ്ടുവന്നിട്ടുണ്ട് ഡുക്കാട്ടിക്കാർ. ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും ആ ഒരു ബെൽ ഡ്രൈവിൻ്റെ ആവശ്യം ഈ ഒരു ഡുക്കാട്ടി X-Diavel V4 ഇല്ല എന്ന്. പിന്നെ നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഹാപ്പി ന്യൂസ് നമ്മുടെ ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്ന് തന്നെയാണ്. കാരണം ഡുക്കാട്ടിയുടെ പാനിഗാലെ V4 മാർക്കസ് 2025 വേൾഡ് ചാമ്പ്യൻഷിപ്പ് റെപ്ലിക്ക റിവീൽ ആയിട്ടുണ്ട്. റെപ്ലിക്ക എന്ന് പറയുമ്പോൾ ആ MotoGP ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ആ ഒരു ബൈക്ക് നമുക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. 293 യൂണിറ്റ്സ് ആണ് ഉള്ളത്. 293 എന്തായാലും 93 എന്തായാലും മാർക്കസിന് ഉദ്ദേശിച്ചായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പറയാനായിട്ടെങ്കിൽ ഡെഫിനറ്റ്ലി പവർഫുള്ളാണ്. നമ്മുടെ V4S കാട്ടി പവർഫുള്ളാണെന്ന് പറയാം. കാരണം 215 bhpയും ഒരു 122.1 Nm ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. V4S കാട്ടിലേക്ക് 2 bhpയും 1.2 Nm ഓഫ് ടോർക്ക് സംതിങ് ഒക്കെ ഇൻക്രീസ്ഡ് ആണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ. അന്യായ ബ്രേക്കിംഗ് ആയിരിക്കും, ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ബ്രംബോയുടെ കാലിപ്പേഴ്സൊക്കെയാണ് വരുന്നത്. പിന്നെ ലൈക്ക് ഡ്രൈ ക്ലച്ച് സിസ്റ്റം വരുന്നുണ്ട്. അന്യായ ലുക്സുമാണ് ഈ ഒരു ഡുക്കാട്ടി പാനിഗാലെ V4 മാർക്കസ് എഡിഷൻ. പ്രൈസിങ്ങും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്നായിട്ട് പറയാനായിട്ട്. അപ്പോൾ ഇതായിരിക്കും ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ. എന്തായാലും അടുത്ത വർഷം ചാനൽ കുറച്ചുകൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ട്. അതെന്തായാലും അടുത്ത വർഷം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഈ ഒരു വീഡിയോയുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ്. അപ്പോൾ എപ്പിസോഡിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഈ ഒരു ന്യൂസിൻ്റെ വീഡിയോ. ഞാൻ പെട്ടെന്നൊന്ന് ഉദ്ദേശിച്ച് ചെയ്തത്, പെട്ടെന്നൊന്ന് സെറ്റപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ന്യൂസ് എടുത്തിട്ടുള്ള എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത വർഷം ഒരു കിടിലൻ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതുവരയ്ക്കും ബൈ.